പഞ്ചഭൂതങ്ങൾ: ഭൂമി, വെള്ളം, തീ, വായു, ഒപ്പം ബഹിരാകാശവും. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇവ വെറും അമൂർത്തമായ ആശയങ്ങളല്ല. ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഘടകങ്ങളെ ബഹുമാനിക്കുന്നതിന് മാത്രമല്ല, അവയെ ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയും വിശാലമായ ക്ഷേത്രസമുച്ചയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമുടനീളം സഞ്ചരിക്കുകയാണ്. പ്രകൃതിയുടെ 5 ഘടകങ്ങളായി പ്രകടമായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന 5 മഹാക്ഷേത്രങ്ങൾ. പഞ്ച എന്നാൽ 5, ഭൂത എന്നാൽ മൂലകങ്ങൾ. ഈ 5 ക്ഷേത്രങ്ങൾ ദ്രാവിഡ വാസ്തുവിദ്യ, എഞ്ചിനീയറിംഗ്, ആഴത്തിലുള്ള തത്വചിന്തയും എന്നിവയുടെ അദ്ഭുതങ്ങളാണ്. അവരെല്ലാം ഭഗവാൻ ശിവന് സമർപ്പിച്ചിരിക്കുമ്പോഴും ഓരോരുത്തരും ഒരു പ്രത്യേക മൂലകരൂപത്തിൽ അവനെ ആരാധിക്കുന്നു. സ്ഥൂലവും ഏറ്റവും ദൃഢവുമായ ഘടകത്തിൽ നിന്ന് ഏറ്റവും സൂക്ഷ്മവും അനന്തവുമായതിലേക്ക് നീങ്ങുന്നു. ഭൂമി അല്ലെങ്കിൽ പൃഥ്വി. തമിഴ്നാട്ടിലെ ക്ഷേത്രനഗരമായ കാഞ്ചീപുരത്ത് ഏകാംബരേശ്വര ക്ഷേത്രത്തിലാണ്. ഈ സമുച്ചയം വളരെ വലുതാണ്. ഇത് 25 ഏക്കറാണ്. ഭൂമി ലിംഗമായി ആരാധിക്കുന്ന ശിവനാണിവിടത്തെ പ്രതിഷ്ഠ. ശിവനെ ആരാധിക്കുന്നതിനായി പാർവതീദേവി ഇവിടെ ഒരു മാവിനു ചുവട്ടിൽ മണൽ കൊണ്ടൊരു ലിംഗം രൂപപ്പെടുത്തി. അവളുടെ ഭക്തി പരിശോധിക്കാൻ ശിവൻ ഒരു വെള്ളപ്പൊക്കം അയച്ചു. മണൽ ലിംഗത്തെ സംരക്ഷിക്കാൻ പാർവതി ആലിംഗനം ചെയ്തു. തന്റെ വളകളുടെ അടയാളങ്ങൾ ദേവനിൽ അവശേഷിച്ചു. രണ്ടാമത്തെ മൂലകത്തിലേക്ക് ഒഴുകുന്നു. വെള്ളം. തിരുവാണൈക്കാവിലെ ജംബുകേശ്വര ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ മാസ്റ്റർപീസാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥ രഹസ്യം ഭൂമിക്കടിയിലാണ്. ഇതാണ് അപ്പു, അതായത് വെള്ളം, ലിംഗം. പ്രകൃതിദത്തമായ ഭൂഗർഭ നീരുറവയ്ക്ക് മുകളിലാണ് ഇവിടെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ പോലും പ്രധാന ശ്രീകോവിലിലെ ലിംഗം എപ്പോഴും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കും. എഞ്ചിനീയറിംഗ് വിദഗ്ധർ ഇപ്പോഴും ഈ പുരാതന സംവിധാനം എങ്ങനെ സ്ഥിരമായ ജലനിരപ്പ് നിലനിർത്തുന്നു എന്ന് പഠിക്കുന്നു. ഇത് ജീവിതം, ഒഴുക്ക്, ശുദ്ധീകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവനോടെ അനുഭവിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. തീ, അഗ്നി. അരുണാചലേശ്വര ക്ഷേത്രത്തിന്റെ ഭവനമായ തിരുവണ്ണാലയിലേക്ക് സ്വാഗതം. 5 ക്ഷേത്രങ്ങളിൽ ഏറ്റവും തീവ്രമായത് ഇതാണ്. ഇവിടെ ശിവനെ അഗ്നിലിംഗമായി ആരാധിക്കുന്നു. എന്നാൽ അവിശ്വസനീയമായ കാര്യമെന്തെന്നാൽ എന്റെ പിന്നിലുള്ള ഈ പർവ്വതം മുഴുവൻ അരുണാചല പർവ്വതം ലിംഗം തന്നെയാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അഗ്നിയുടെ രൂപത്തിലുള്ള ശിവനാണ് പർവ്വതം. എല്ലാ വർഷവും കാർത്തികായ് ദീപം ഉത്സവവേളയിൽ മലയുടെ മുകളിൽ ഒരു വലിയ നെയ്യ് കത്തിക്കുന്നു. ഇത് കിലോമീറ്ററുകളോളം ദൃശ്യമാകുന്ന ഒരു ജ്വാല സൃഷ്ടിക്കുന്നു. അജ്ഞനതയുടെ അന്ധകാരം നീക്കുന്ന ബോധത്തിന്റെ പ്രകാശത്തെ ഇത് പ്രതിപെടുത്തുന്നു. ഇവിടത്തെ ഊർജം തികച്ചും വൈദ്യുതമാണ്. ആന്ധ്രാപ്രദേശിലേക്ക് അദൃശ്യവും എന്നിട്ടും നിലനിൽക്കുന്നത് വായു. ഇതാണ് ശ്രീകാളഹസ്തീശ്വര ക്ഷേത്രം. ഒരു ശിലാപ്രതിമയിൽ നിങ്ങൾ എങ്ങനെയാണ് കാറ്റിനെ പ്രതിനിധീകരിക്കുന്നത്? ഇവിടുത്തെ പ്രധാന ശ്രീകോവിലിൽ ജനാലകളില്ല. ഇത് പൂർണ്ണമായും അടച്ചിരിക്കുന്നു. എന്നിട്ടും വായുലിംഗത്തിന് സമീപം തൂങ്ങിക്കിടക്കുന്ന എണ്ണവിളക്ക് എവിടെ നിന്നോ വരുന്ന ഒരു ഇളം കാറ്റ് വീശുന്നതുപോലെ നിരന്തരം മിന്നിമറയുന്നു. അത് ദൈവീക ശ്വാസമാണ്. ഭക്തനായ കണ്ണപ്പൻ ഭഗവാന് സ്വന്തം കണ്ണുകൾ സമർപ്പിക്കാൻ തയ്യാറായ സ്ഥലമെന്ന നിലയിലും ഈ ക്ഷേത്രം പ്രസിദ്ധമാണ്. നാം ശ്വസിക്കുന്ന വായു പോലെ അത്യന്താപേക്ഷിതമായ ഭക്തിയെ അത് പ്രതിനിധീകരിക്കുന്നു. സ്പേസ് അല്ലെങ്കിൽ ആകാശം. ഞങ്ങൾ ചിദംബരത്തിലാണ്. കോസ്മിക് നർത്തകനായ നടരാജന്റെ ക്ഷേത്രം. ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ശിവൻ ഒരു നിശ്ചല ലിംഗമല്ല. അവൻ നടരാജൻ, നൃത്തത്തിന്റെ രാജാവ്. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും കോസ്മിക് നൃത്തം അവതരിപ്പിക്കുന്നു. എന്നാൽ ബഹിരാകാശത്തിന്റെ മൂലകം എവിടെയാണ്? പ്രധാന നടരാജ് പ്രതിമയുടെ വശത്ത് ഒരു തിരശ്ശീലയുണ്ട്. പൂജാവേളയിൽ പൂജാരിമാർ ഈ തിരശ്ശീല പിൻവലിക്കുമ്പോൾ അത് വെളിവാക്കുന്നു ഒന്നുമില്ല. വെറും ശൂന്യമായ സ്ഥലവും സ്വർണ്ണ ബിൽവൈലകളുടെ ഒരു ചരടും. ഇതാണ് പ്രസിദ്ധമായ ചിദംബര രഹസ്യം. പരമമായ സത്യം രൂപരഹിതമാണെന്ന് ഇത് പ്രതീകപ്പെടുത്തുന്നു. ദൈവം വിഗ്രഹത്തിൽ മാത്രമല്ല, പ്രപഞ്ചത്തിന്റെ തന്നെ വിശാലവും അനന്തവുമായ ശൂന്യതയാണ് ദൈവം. കാഞ്ചീപുരത്തിന്റെ തറമണൽ മുതൽ ചിദംബരത്തിന്റെ അനന്തമായ ശൂന്യത വരെ തത്വചിന്ത, വാസ്തുശില്പം, ഭക്തിയിലെ 1000 കൊല്ലം പഴക്കമുള്ള മാസ്റ്റർ ക്ലാസ്സാണവർ. നാം പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ലെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.